ദുബായിൽ എയർ ഷോയ്ക്കിടെ അപകടത്തിൽ കൊല്ലപ്പെട്ട വിംഗ് കമാൻഡറുടെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തിക്കും. തേജസ് യുദ്ധവിമാനം തകർന്നുണ്ടായ അപകടത്തിലാണ് വിംഗ് കമാൻഡർ നമാം സ്യാലിന് ജീവൻ നഷ്ടമായത്. ഉച്ചയോടെ നമാം സ്യാലിന്റെ മൃതദേഹം ഡൽഹിയിലെത്തിക്കും. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിംഗ് കമാൻഡറാണ് നമാം സ്യാൽ. 37 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2:15 അപകടമുണ്ടായത്. പൈലറ്റിന് പുറത്തേക്ക് ചാടാൻ സാധിക്കാതിരുന്നതാണ് മരണകാരണമായത്. വിമാനം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യോമസേന. അന്വേഷണത്തിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അപകട കാരണം സാങ്കേതിക തകരാറല്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി 2 തവണ തേജസ് ആകാശത്ത് കരണം മറിഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് അപകടത്തിൽപ്പെട്ടത്. എയർ ഷോയിൽ പ്രദർശനത്തിനെത്തിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രദർശിപ്പിച്ച ഭാഗത്ത് നിന്ന് 1.6 കിലോമീറ്റർ മാറിയാണ് അപകടമുണ്ടായത്. അതിനാലാണ് വൻ ദുരന്തം ഒഴിവായതും. ഹൈദരാബാദ് വ്യോമത്താവളത്തിലായിരുന്നു നമാംഷിന് നിയമനം. ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥയായ ഭാര്യ അഫ്സാനയ്ക്കും മകൾക്കുമൊപ്പം ഹൈദരാബാദിലാണ് നമാംഷ് താമസിച്ചിരുന്നത്. പിതാവ് ജഗന്നാഥ് റിട്ടയർഡ് ആർമി ഓഫീസറാണ്. മാതാവ് ബീന ദേവി. സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു.